KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് അപേക്ഷിച്ചവർക്കുള്ള നറുക്കെടുപ്പ് നാളെ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ. യുവത്വം നാടിന്റെ കരുത്ത് എന്ന സന്ദേശവുമായി SYS സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മസഞ്ചാരം വ്യാഴാഴ്ച മഞ്ചേശ്വരത്ത് തുടങ്ങും. ഉമ്മൻചാണ്ടിയോട് മത്സരിക്കരുതെന്ന് പറയാൻ സുധീരന് ചങ്കുറപ്പില്ലെന്ന് VS അച്യുതാനന്ദൻ. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ ഭീകരാക്രമണത്തിൽ 28 മരണം, 2 ഇന്ത്യക്കാർക്ക് പരുക്ക്. സീറ്റിന്റെ കാര്യത്തിൽ PC ജോർജിന് ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കുന്നതിനായി മെഹബൂബ മുഫ്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര നിലവാരത്തിൽ മർക്കസ് രൂപകൽപ്പന ചെയ്ത സഹ്റത്തുൽ ഖുർആനിൽ വനിതാ അധ്യാപകർ. കണ്ണൂർ, കാസർകോട് ജില്ലക്കാർക്ക് അവസരം. അമിത മദ്യപാനം മൂലം അട്ടപ്പാടിയിൽ മരിച്ചത് 116 പേർ. ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. ഡൽഹിയിൽ 4 മാസത്തിനിടെ ലൈസൻസ് പോയത് 1 ലക്ഷം ഡ്രൈവർമാർക്ക്. മർക്കസ് ഡ്രീം ഹോം പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഉമ്മൻചാണ്ടിയോട് മത്സരിക്കരുതെന്ന് പറയാൻ KPCC പ്രസിഡന്റ് VM സുധീരന് ചങ്കുറപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കൂടുതൽ വിവരങ്ങൾ റഫീഖ് നരിക്കുനി നൽകുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് മുഖത്തുനോക്കി പറയാനുള്ള ചങ്കുറപ്പ് KPCC പ്രസിഡന്റ് VM സുധീരനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി തീരുമാനമനുസരിച്ചാണ്. അതിൽ സുധീരനും കൂട്ടരും വേവലാതിപ്പെടേണ്ടതില്ല. കഴിഞ്ഞ 46 വർഷമായി MLAയും മന്ത്രിയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ഉമ്മൻചാണ്ടി ഇത് 11ാമത് തവണയാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി ഇനി മത്സരിക്കാൻ പാടില്ല എന്നതാണ് സുധീരൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സുധീരന്റെ വാക്കുകൾക്ക് ഉമ്മൻചാണ്ടി പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ലെന്ന് നാട്ടുകാരെ എല്ലാവരെയും പോലെ സുധീരനും നന്നായി അറിയാം. ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരെ വലിയ വായിൽ നിലവിളിച്ച് സായുജ്യമടയാൻ മാത്രമേ സുധീരന് കഴിയുന്നുള്ളൂ എന്നത് ഇതിന് തെളിവാണെന്നും VS പരിഹസിച്ചു. കൊള്ളയ്ക്കെതിരെ എന്തോ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി കോൺഗ്രസിലെ സകലമാന ഗ്രൂപ്പുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സുധീരനെ പുകച്ച് പുറത്താക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നേരെ നിന്ന് സംസാരിക്കാൻ പോലുമുള്ള ആർജവം സുധീരന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് തന്റെ പേര് ദുരുപയോഗം ചെയ്ത് സുധീരൻ ഇത്തരത്തിലുള്ള പിത്തലാട്ടങ്ങൾ നടത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സുധീരൻ ഉമ്മൻചാണ്ടി കൊള്ളകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ദയനീയതയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും VS പറഞ്ഞു. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്. രോഹിത് വെമുലയുടെ ആത്മഹത്യയെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അവധിയിൽ പ്രവേശിച്ച വൈസ് ചാൻസലർ അപ്പ റാവു തിരിച്ചെത്തിയതിനെ തുടർന്ന് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ സംഘർഷം. VCയുടെ ഓഫീസിലെ TV അടക്കമുള്ള ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ അടിച്ചു തകർത്തു. VCയുടെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് വിദ്യാർത്ഥികൾ തള്ളിക്കയറി. അപ്പ റാവുവിനെ പുറത്താക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. VCയുടെ വസതിക്ക് പുറത്തും ഓഫീസിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കനത്ത പോലീസ് സന്നാഹം ഉണ്ടായിരുന്നുവെങ്കിലും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. സംഘർഷത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് നേരിയ പരിക്കേറ്റു. അപ്പ റാവുവിന്റെ മടങ്ങിവരവിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിക്കുകയും പ്രതിഷേധയോഗം ചേരുകയും ചെയ്തിരുന്നു. ലൈബ്രറിയും അടച്ചിട്ടിരിക്കുകയാണ്. 2 മാസത്തെ അവധിക്ക് ശേഷമാണ് അപ്പ റാവു ജോലിയിൽ തിരികെ പ്രവേശിക്കാനെത്തിയത്. ജനുവരി 17-നാണ് സർവകലാശാല ഹോസ്റ്റലിൽ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത്. രോഹിത്തിന്റെ മരണത്തിന് കാരണമായത് VCയുടെ നടപടികളാണെന്നാണ് ആരോപണം. VCയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ശക്തമാക്കിയിരുന്നു. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ ഭീകരാക്രമണം. വിമാനത്താവളത്തിലും മെട്രോ സ്റ്റേഷനിലുമുണ്ടായ സ്ഫോടനങ്ങളിൽ 28 പേർ കൊല്ലപ്പെട്ടു. ജെറ്റ് എയർവേസ് ജീവനക്കാരായ 2 പേരടക്കം 50-ലധികം പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചനകൾ. പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക് വിമാനത്താവളത്തിനുള്ളിൽ ചാവേർ സ്ഫോടനമുണ്ടാവുകയായിരുന്നു. സ്ഫോടനത്തിന് പിന്നാലെ വെടിവെപ്പുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. 1 മണിക്കൂറിന് ശേഷം യൂറോപ്യൻ യൂണിയൻ ഓഫീസുകൾക്ക് സമീപത്തെ മെട്രോ സ്റ്റേഷനിലാണ് രണ്ടാമത്തെ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തെ തുടർന്ന് വിമാനത്താവളവും നഗരത്തിലെ എല്ലാ മെട്രോ സ്റ്റേഷനുകളും അടച്ചു. പാരീസ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സലാഹ് അബ്ദുസലാമിനെ 4 ദിവസം മുമ്പാണ് ബ്രസൽസിൽ നിന്ന് പിടികൂടിയത്. ആക്രമണത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി അധികൃതർ അറിയിച്ചു.
ബ്രസൽസിലെ സ്ഫോടനത്തെ തുടർന്ന് ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അതീവ ജാഗ്രതയിലാണ്. ബ്രസൽസ് വിമാനത്താവളത്തിലുള്ള ജെറ്റ് എയർവേസ് വിമാനങ്ങൾ സുരക്ഷിതമാണെന്ന് കമ്പനി അറിയിച്ചു. ഈ മാസം 26 വരെ മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് ബ്രസൽസിലേക്കുള്ള ജെറ്റ് എയർവേസ് സർവീസുകൾ റദ്ദാക്കി. പെരുമാറ്റച്ചട്ടം വേലിച്ചാടുന്നു. സൗജന്യ അരിവിതരണവും ജലവിതരണവും മുടങ്ങുന്നു. സർക്കാർ കേസിനു പോകും. കൂടുതൽ വിവരങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ വേനൽക്കാലത്ത് വെള്ളവും പാവപ്പെട്ടവരുടെ സൗജന്യ അരിവിതരണവും മുടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ നിയമ നടപടിക്ക് സംസ്ഥാന സർക്കാർ നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ EK മാജിയുടെ ഇതു സംബന്ധിച്ച നടപടികളോട് സർക്കാർ ശക്തമായ പ്രതിഷേധമുയർത്തി. രൂക്ഷമായ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ശുദ്ധജലമെത്തിക്കാനുള്ള സർക്കാർ തീരുമാനവും ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം ഏപ്രിൽ 1 മുതൽ 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി അരി നൽകാനുള്ള തീരുമാനവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ സൗജന്യ അരി വിതരണം നീട്ടിവെക്കണമെന്ന് ഭക്ഷ്യ സെക്രട്ടറിക്ക് EK മാജി ഇന്നലെ കത്തു നൽകി. ജലക്ഷാമ മേഖലകളിൽ വാഹനങ്ങളിൽ വെള്ളമെത്തിക്കുന്നത് കമ്മീഷൻ നേരത്തെ തടഞ്ഞിരുന്നു. ജലവിതരണം ആരംഭിച്ച കൊല്ലത്ത് അത് നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടു. കമ്മീഷന്റെ ഈ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു. യോഗത്തിൽ മന്ത്രിമാർ കമ്മീഷന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. രണ്ടു കാര്യങ്ങളിലും കമ്മീഷൻ അനുമതി നൽകുന്നില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ ജനങ്ങളുടെ വെള്ളം മുട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് യോഗശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഇന്നത്തെ മന്ത്രിസഭാ യോഗം തുടർ നടപടി ചർച്ച ചെയ്യും. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. PC ജോർജിനെ പൂഞ്ഞാറിൽ മത്സരിപ്പിക്കാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDFുമായി സഹകരിക്കുന്ന എല്ലാവർക്കും സീറ്റ് കൊടുക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ പൂഞ്ഞാർ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി താൻ തന്നെയായിരിക്കുമെന്ന് PC ജോർജ് MLA മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇടത് സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിപ്പിക്കാമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഉറപ്പു തന്നിരുന്നതായും ജോർജ് പറഞ്ഞിരുന്നു. PC ജോർജുമായി പലപ്പോഴും ആശയവിനിമയം നടത്താറുണ്ടെന്ന് വ്യക്തമാക്കിയ കോടിയേരി സീറ്റിന്റെ കാര്യം പരിഗണിക്കുന്നത് മുന്നണിയിൽ ചർച്ച ചെയ്താണെന്നും പറഞ്ഞു. ഇടതുമുന്നണിയിലെ നിലവിലെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച പോലും പൂർത്തിയായിട്ടില്ല. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ കഴിഞ്ഞ ശേഷമേ പുറത്തുള്ളവരുമായി ചർച്ച നടത്താനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുവേണ്ടി PDP നേതാവ് മെഹബൂബ മുഫ്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും ശ്രീനഗറിൽ തിരിച്ചെത്തിയ ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെഹബൂബ മാധ്യമങ്ങളെ അറിയിച്ചു. ഡൽഹിയിലെ മോദിയുടെ വസതിയായ സെവൻ റൈസ് കോഴ്സിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. 5 ദിവസം മുമ്പാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി മുഫ്തി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ആ കൂടിക്കാഴ്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. സർക്കാർ രൂപീകരണത്തിന് PDP പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അഫസ്പ പിൻവലിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ BJP എന്തു നയം സ്വീകരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സർക്കാർ രൂപീകരണം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് അപേക്ഷിച്ചവർക്കുള്ള നറുക്കെടുപ്പ് നാളെ രാവിലെ 9-ന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ നടക്കും. മുസ്ലിം ജനസംഖ്യാനുപാതികമായി കേരളത്തിന് ലഭിക്കുന്ന ക്വാട്ട 5000 ആയിരുന്നെങ്കിലും ഈ വർഷം ക്വാട്ട പരിഗണിക്കാതെ 70 വയസ്സ് പൂർത്തിയായ അപേക്ഷകർക്കും തുടർച്ചയായി 5 വർഷം അപേക്ഷിച്ചവർക്കും നറുക്കെടുപ്പില്ലാതെ തന്നെ അവസരം നൽകുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഇതുപ്രകാരം ഈ 2 വിഭാഗത്തിലുമായി 9943 പേർക്ക് നറുക്കെടുപ്പില്ലാതെ ഹജ്ജിന് അവസരമായി. അവസരം ലഭിച്ച് യാത്ര മാറ്റിവെക്കേണ്ടി വന്നവർക്ക് പകരമായും മറ്റ് സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന സീറ്റുകൾ വിഹിതം വയ്ക്കുമ്പോൾ ലഭിക്കുന്ന സീറ്റുകളിലേക്കുമായിരിക്കും നാളത്തെ നറുക്കെടുപ്പിലൂടെ ഹാജിമാരെ കണ്ടെത്തുക. 4ാം വർഷ അപേക്ഷകരിൽ നിന്നാണ് ഈ സീറ്റിലേക്കുള്ള ഹാജിമാരെ കണ്ടെത്തുക. 4ാം വർഷ അപേക്ഷകർക്കും പുതുതായി അപേക്ഷ സമർപ്പിച്ചവർക്കുമായി പ്രത്യേകം വെയിറ്റിംഗ് ലിസ്റ്റായിരിക്കും പ്രസിദ്ധപ്പെടുത്തുക. 9787 പേർ 4ാം വർഷ അപേക്ഷകരും 56,634 പേർ പുതുതായി അപേക്ഷ നൽകിയവരും ഉൾപ്പെടെ ഈ വർഷത്തെ മൊത്തം അപേക്ഷകരുടെ എണ്ണം 76,501 ആണ്. കേരള തമിഴ്നാട് അതിർത്തിയായ കോയമ്പത്തൂരിലെ ആനക്കട്ടിയിൽ തമിഴ്നാടിന്റെ അധീനതയിലുള്ള മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന വനിതകൾ ജില്ലാ കലക്ടർ P. മേരിക്കുട്ടിയെ കണ്ട് ചർച്ച നടത്തി. 10 പേരടങ്ങിയ വനിതാ സംഘമാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് കലക്ടറുടെ ചേംബറിലെത്തി ചർച്ച നടത്തിയത്. മദ്യനിരോധന മേഖലയായ അട്ടപ്പാടിയിലും പരിസരത്തും ആനക്കട്ടിയിലെ വിദേശ മദ്യഷാപ്പിൽ നിന്നുള്ള മദ്യം കഴിച്ച് നിരവധി പേർ രോഗബാധിതരായെന്നും അമിത മദ്യപാനം മൂലം 116 പേർ മരിച്ചുവെന്നും സംഘടന ജില്ലാ കലക്ടറെ അറിയിച്ചു.
സമരം തുടങ്ങിയതിനു ശേഷം 7 പേരാണ് അമിത മദ്യപാനം മൂലം മരണമടഞ്ഞതെന്നും ഇവർ പറഞ്ഞു. വനിതകൾ നൽകിയ പരാതി കണക്കിലെടുത്ത് പരിഹാരം ആവശ്യപ്പെട്ട് കോയമ്പത്തൂർ ജില്ലാ കലക്ടർക്ക് വിശദമായ കത്ത് സമർപ്പിക്കുമെന്നും ജില്ലാ കലക്ടർ പി മേരിക്കുട്ടി അറിയിച്ചു. അലസമായി വാഹനമോടിച്ചതിന് ഡൽഹിയിൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ടത് 1 ലക്ഷം പേർക്ക്. ഡിസംബർ 15 മുതൽ മാർച്ച് 1 വരെയുള്ള കാലയളവിലാണ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയ 1 ലക്ഷം ഡ്രൈവർമാരുടെ ലൈസൻസ് ഡൽഹി പോലീസ് റദ്ദാക്കിയത്. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് പിഴ ചുമത്തിയത്. അലസമായി വാഹനമോടിക്കുന്നവരെ പിടികൂടാനും പരിശോധന കർശനമാക്കാനും സുപ്രീംകോടതി പ്രത്യേക ഉത്തരവിറക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ട്രാഫിക് ലംഘനങ്ങളിൽ 30% കുറവുണ്ടായതായി മോട്ടോർ വകുപ്പ് അധികൃതർ പറഞ്ഞു. ട്രാഫിക് സിഗ്നൽ ലംഘിച്ചതിന് 42,854 പേരുടെ ലൈസൻസാണ് റദ്ദാക്കിയത്. അമിത വേഗതയുടെ പേരിൽ 32,000 പേർക്കും ലൈസൻസ് പോയി. മദ്യപിച്ച് വാഹനമോടിച്ചതിന്റെ പേരിൽ 25,998 പേരുടെ ലൈസൻസും റദ്ദാക്കി. 2015 നവംബറിൽ ശരാശരി 8,000 മുതൽ 9,000 വരെ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഫെബ്രുവരി ആയപ്പോഴേക്കും ഇത്തരം കേസുകൾ ശരാശരി 6,000 കുറഞ്ഞു. റദ്ദാക്കിയ ലൈസൻസുകളിൽ 40% അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഇവരുടെ ലൈസൻസ് 3 മാസം വരെ പിടിച്ചുവെക്കാൻ അതാത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡൽഹി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. യുവത്വം നാടിന്റെ കരുത്ത് എന്ന സന്ദേശവുമായി SYS സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മസഞ്ചാരത്തിന് ഈ മാസം 24 വ്യാഴാഴ്ച മഞ്ചേശ്വരത്ത് തുടക്കം കുറിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ഷെറിയ ആലിക്കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മജിദ് കക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാനത്തെ 132 സോണുകളിൽ പര്യടനം നടത്തി ഏപ്രിൽ 15 തിരുവനന്തപുരത്ത് സമാപിക്കും. സുന്നി പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകമായ SYSന്റെ നയരേഖയും കർമ്മ പദ്ധതികളും സോൺ തലത്തിൽ നടക്കുന്ന ധർമ്മസഞ്ചാരത്തിൽ സംസ്ഥാന നേതാക്കൾ അവതരിപ്പിക്കും. യുവത്വത്തിന്റെ കരുത്ത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയെന്നതാണ് SYS ലക്ഷ്യമിടുന്നത്. തീവ്ര ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ യുവത്വത്തെ സജ്ജരാക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ ബഹുസ്വര പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും സാമൂഹിക സുരക്ഷിതത്വവും കാത്തുസൂക്ഷിക്കാൻ യുവാക്കളെ കർമ്മസജ്ജരാക്കുക എന്ന ലക്ഷ്യവും SYS ധർമ്മസഞ്ചാരം മുന്നോട്ടുവെക്കുന്നുണ്ട്. ഓരോ സോൺ കേന്ദ്രങ്ങളിലും ധർമ്മസഞ്ചാരത്തോടനുബന്ധിച്ച് പ്രകടനങ്ങളും നടക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി, സെക്രട്ടറി മുഹമ്മദ് പറവൂർ, സ്വാദിഖ് വെളിമുക്ക് എന്നിവരാണ് ധർമ്മസഞ്ചാരത്തിന്റെ സംസ്ഥാനതല കോർഡിനേറ്റർമാർ. സോൺ സ്വീകരണ കേന്ദ്രങ്ങളിൽ SYS സംസ്ഥാന നേതാക്കൾക്കു പുറമെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, SSF, SMA, SJM തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും സംബന്ധിക്കും.
അന്താരാഷ്ട്ര നിലവാരത്തിൽ മർക്കസ് രൂപകൽപ്പന ചെയ്ത സഹറത്തുൽ ഖുർആൻ ആൻഡ് പ്രീ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരാവാൻ കണ്ണൂർ കാസർകോട് ജില്ലയിൽ നിന്നുള്ള വനിതകൾക്ക് അവസരം. കണ്ണൂർ കാസർകോട് ജില്ലയിലെ വിവിധ സെന്ററുകളിലാണ് നിയമനം. മദ്രസ 7ാം തരം വരെ പഠിച്ച +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ മാർച്ച് 24-ന് കണ്ണൂർ തലശ്ശേരി അലിഫ് പബ്ലിക് സ്കൂളിൽ 9 മണിക്ക് മുമ്പായി നേരിട്ട് ഹാജരാവണം. കണ്ണൂർ കാസർകോട് ജില്ലയ്ക്ക് പുറത്തുള്ളവർ ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല. യോഗ്യതാ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സമഗ്ര അധ്യാപക പരിശീലനം നൽകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് സ്ഥിരം നിയമനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 7025440005 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്ത് മാതൃക സൃഷ്ടിച്ചു മുന്നേറുന്ന ജാമിയ സഅദിയ അറബിയയിൽ ഒരു അനാഥ ബാലികയ്ക്ക് കൂടി മംഗല്യ സൌഭാഗ്യം. 5 വർഷത്തോളമായി സഅദിയ വനിതാ യതീംഖാനയിൽ പഠിച്ചുകൊണ്ടിരുന്ന പരേതനായ യൂസഫിന്റെ മകൾ നഫീസത്ത് മിസ്രിയെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തുവെച്ചത്. മങ്ങാട് കുളിക്കുന്ന് മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ മുഹമ്മദ് സക്കരിയയാണ് നഫീസത്തുൽ മിസ്രിയെ നിക്കാഹ് ചെയ്യാൻ മുന്നോട്ട് വന്നത്. 15 വർഷം പിന്നിടുന്ന സഅദിയ വനിതാ യതീംഖാനയിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി പഠിച്ചുവരുന്ന നഫീസത്തുൽ മിസ്രിയ പരേതനായ യൂസഫിന്റെയും ബി ഫാത്തിമയുടെയും മകളാണ്. 8 വർഷം മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട നഫീസത്തുൽ മിസ്രിയ ഇപ്പോൾ സഅദിയ വനിതാ കോളേജിൽ അഫ്ളലുൽ ഉലമ BAക്ക് പഠിച്ചുകൊണ്ടിരിക്കെയാണ് വിവാഹ സൌഭാഗ്യമുണ്ടായത്. സഅദിയയുടെ തണലിൽ ഇതോടെ 33 പെൺകുട്ടികൾക്ക് മംഗല്യ സൌഭാഗ്യം ലഭിച്ചു. സഅദിയ മസ്ജിദ് യൂസുഫ് നസറുള്ളയിൽ നൂറുകണക്കിന് പണ്ഡിതരുടെയും വിദ്യാർത്ഥികളുടെയും സ്ഥാപന സംഘടനാ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ധന്യമായ നിക്കാഹ് സദസ്സിന് സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ പാനൂർ കാർമ്മികത്വം വഹിച്ചു. മർക്കസ് ഡ്രീം ഹോം പദ്ധതി പ്രകാരം കോഴിക്കോട് പറമ്പിൽ ബസാറിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഓട്ടോ ഡ്രൈവറായ പറമ്പിൽ ബസാർ തറേക്കാട്ടിൽ ജമീറിന്റെ കുടുംബത്തിനാണ് 5 ലക്ഷം രൂപ ചെലവിൽ മർക്കസ് ഡ്രീം ഹോം നിർമ്മിച്ചു നൽകിയത്. ചടങ്ങ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ അവശതയനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ സർവ്വജനവിഭാഗങ്ങളുടെയും സഹകരണം അനിവാര്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി താക്കോൽദാനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മുസ്തഫ സഖാഫി, ഉബൈദുള്ള സഖാഫി, RCFI മാനേജർ റഷീദ് പുന്നശ്ശേരി, ഷാഫി നൂറാനി, സിദ്ദീഖ് നരിക്കുനി, ടി മുഹമ്മദ് അഹ്സനി തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് അപേക്ഷിച്ചവർക്കുള്ള നറുക്കെടുപ്പ് നാളെ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ. യുവത്വം നാടിന്റെ കരുത്ത് എന്ന സന്ദേശവുമായി SYS സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മസഞ്ചാരം വ്യാഴാഴ്ച മഞ്ചേശ്വരത്ത് തുടങ്ങും. ഉമ്മൻചാണ്ടിയോട് മത്സരിക്കരുതെന്ന് പറയാൻ സുധീരന് ചങ്കുറപ്പില്ലെന്ന് VS അച്യുതാനന്ദൻ. അമിത മദ്യപാനം മൂലം അട്ടപ്പാടിയിൽ മരിച്ചത് 116 പേർ. ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. സീറ്റിന്റെ കാര്യത്തിൽ PC ജോർജിന് ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഡൽഹിയിൽ 4 മാസത്തിനിടെ ലൈസൻസ് പോയത് 1 ലക്ഷം ഡ്രൈവർമാർക്ക്. രോഹിത് വെമുലയുടെ ആത്മഹത്യയെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അവധിയിൽ പ്രവേശിച്ച വൈസ് ചാൻസലർ തിരിച്ചെത്തി. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ സംഘർഷം. ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കുന്നതിനായി മെഹബൂബ മുഫ്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ ഭീകരാക്രമണത്തിൽ 28 മരണം, 2 ഇന്ത്യക്കാർക്ക് പരിക്ക്. അന്താരാഷ്ട്ര നിലവാരത്തിൽ മർക്കസ് രൂപകൽപ്പന ചെയ്ത സഹറത്തുൽ ഖുർആനിൽ വനിതാ അധ്യാപകർ. കണ്ണൂർ കാസർകോട് ജില്ലക്കാർക്ക് അവസരം. മർക്കസ് ഡ്രീം ഹോം പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.